മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതി ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാകും. നല്ല ടെൻഷനായിരിക്കും. ഒരു കല്യാണത്തിന് പോകുമ്പം നമ്മളിട്ട ഉടുപ്പ് ശരിയായോ, നമ്മൾ ഉടുത്തിരിക്കുന്ന മുണ്ട് ശരിയായോ, അതല്ലെങ്കിൽ സാരിയുടെ കളർ ശരിയായോ, മാച്ചായോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ വെറുതെ നിസ്സാരമായ കാര്യങ്ങൾക്ക് അവർ ടെൻഷൻ അടിക്കും മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സമചിത്തതയും മാനസിക ആരോഗ്യവും നിലനിർത്താൻ അനിവാര്യമായി വേണ്ടത് ഒരിത്തിരി ഏകാഗ്രതയാണ്. മെഡിറ്റേഷൻ അഥവാ ധ്യാനത്തിലൂടെ മനസ്സിനെ നിങ്ങൾ കൺട്രോളിൽ നിർത്തുക, നിയന്ത്രണത്തിൽ നിർത്തണം. മനസ്സ് നമ്മുടെ നിയന്ത്രണം വിട്ടു പോകാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. ജീവിതത്തിലെ സങ്കീർണമായ അവസ്ഥകളെ പോലും വളരെ ക്ഷമയോടെ നേരിടാനും സഹിഷ്ണുതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും നമ്മൾ യോഗ അഭ്യസിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയൊക്കെ തന്നെ ഈ യോഗയുടെ ഇൻ്റർനാഷണൽ അംബാസഡറാണ് എന്ന് നിങ്ങൾക്കറിയാം. ശബ്ദരഹിതമായ ഒരിടത്ത് ഈ രാവിലെ ഒരു അല്പനേരം ഏകാന്തമായിരുന്ന് മനസ്സിനെ വിമലീകരിക്കുക, മനസ്സിനെ ശുദ്ധമാക്കുക, അഴുക്കുചാലുകൾ മനസ്സിലേക്ക് തുറന്നു വിടാതിരിക്കുക. കാട് കയറി ചിന്തിക്കുന്നതും വെറുതെ അസ്വസ്ഥമാകുന്നതും അതോടെ ചിലപ്പോൾ അവസാനിപ്പിച്ചെന്ന് വരും. യോഗ ചെയ്യുക, ഏകാഗ്രമാക്കുക, മനസ്സിനെ നേരെ നിർത്തുക, നിയന്ത്രണത്തിൽ നിർത്തുക. അതോടെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് മനസ്സ് വഴുതി പോകാതിരിക്കാൻ നിങ്ങളെ അത് സഹായിച്ചു എന്ന് വരും എന്നാണ് എൻ്റെ വിശ്വാസം.